നമ്മൾ ഇന്നിപ്പോ ജമ്മുവിലാണ്. അമ്പേ ഇത് നോക്കിയേ, മാലപ്പടക്കം വല്ലതും പോയ ബ്ലോക്കാണ് കണ്ട. അങ്ങനത്തെ വഴികളാണ് ഫുള്ള്. കുഞ്ഞു കുഞ്ഞു വഴികളിൽ നമ്മള് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ ഓടിക്കണം. മഞ്ഞ് കണ്ടോ, ഞങ്ങളുടെ കയ്യില് മഞ്ഞിട്ടെടുത്തു. ലഡാക്കിൽ വന്നിട്ട് ഇവിടത്തെ പലചരക്കടയിൽ പോണേ. ഹലോ ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ ഇന്നിപ്പോ ജമ്മുവിലാണ്. അതെ, ജമ്മുവിലൊക്കെ കയറിയായിരുന്നു. അതിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് മുതൽ നമുക്ക് കാഴ്ചകളായിക്കോട്ടെ, അങ്ങോട്ട് തുടർന്ന് നല്ല കാഴ്ചകളായിരിക്കും. നമ്മളിപ്പോ പോകാൻ പോണത് ദാൽ ലേക്കിലേക്കാണ്. അതായത് നമ്മുടെ മറ്റേ സിനിമയിലെ പാട്ടില്ലേ, ഉദാസേ മന്നത്ത് മേരി, ആ പാട്ട്, മറ്റേ മഞ്ഞ് സമയത്ത് മറ്റേ വഞ്ചിക്കൊക്കെ നടക്കുന്ന സ്ഥലം, ബോട്ടിലൊക്കെ പോണത്. അതെ 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 അതെ, ഏറ്റവും ഭയങ്കര ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത്. എല്ലാവരും വന്നത്. അതെ, പിന്നെ ശ്രീനഗറില്. അതെ, പിന്നെ ഇവിടുന്ന് പോണ റൂട്ടിൽ തന്നെ നമ്മുടെ സോനാമാർഗ്, കാർഗില്, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറ്റണ പോലെ നമുക്ക് കിടലിനായിട്ട് എടുത്ത് കാണിക്കാട്ടാ. ഇന്നിപ്പോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ കിടന്ന പമ്പില് കിടന്ന നല്ലൊരു അടിപൊളി സ്ഥലത്താണ് കിടന്നത്. നല്ല പാടത്തിന് നടുക്കൊരു പമ്പിലാണ് കിടന്നത്. അവിടെ എല്ലാവരും ഭയങ്കര കൂളായിരുന്നല്ലേ. അതെ, കൂളായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മളവിടെ ചെല്ലാണ്, എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർ തരെയാണ്. കുക്ക് ചെയ്യാനുള്ള, നമുക്ക് ഏത് പമ്പിൽ ചെന്നാലും നമുക്ക് കുക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു എന്താ വെച്ചാൽ കാണിച്ചോളാൻ അവർ പറഞ്ഞത്. പിന്നെ വണ്ടി ഇടുന്നാലും ചോദിക്കുമ്പോ എവിടെയെങ്കിലും ഇട്ടോ, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്താ മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പോകണമെന്ന് വെച്ചാൽ ദാൽ ലേക്കിലേക്കാണ് പോണത്. ഇവിടെ നിന്ന് ആകെ 10 കിലോമീറ്റർ, നമ്മൾ നിന്നെടുത്ത് ഒരു 15 കിലോമീറ്റർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പൊ തൊട്ടിപ്പുറം തന്നെയാണ്. നമുക്ക് അടച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അടച്ചിട്ട് കാണാം അല്ലെ. അതൊക്കെ അടച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ദാൽ ലേക്കിലേക്ക് പോണ വഴിയാണ്. എന്ത് ക്ലീൻ ആണെന്ന് നോക്കിയ റോഡ്. പക്ഷേ ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുക്കാൻ ആളെ നിർത്തിയേക്കാണ്. ശരി, കണ്ട നല്ല ക്ലീൻ. ഇതിപ്പോ കുറെ നേരോട്ട് ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കണം. അപ്പൊ കരുതി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാന്ന് കരുതി. ഇവിടെ രാവിലെ തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോണത് കണ്ട. പട്ടാളക്കാരൊക്കെ വഴി നീളെ പട്ടാളക്കാരാണ് കേട്ടോ. സ്കൂളിലേക്കൊക്കെ പോണ വഴികളിൽ മൊത്തം പട്ടാളക്കാരാണ്. നമ്മ നിന്നിരുന്ന സ്ഥലം എന്ന് വെച്ചാല് അതിന്റെ ഒരു ഏരിയയിലാണ് നിന്നിരുന്നത്. ഇപ്പൊ നമ്മൾ ഇറങ്ങണ സമയത്തും അവർ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മുടെ സംസാരിച്ച് നമ്മളോട് ഭയങ്കര കമ്പനിയാണ്. എവിടെയൊക്കെ പോയി, എന്തൊക്കെ കണ്ട് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ വഴികളൊക്കെ നോക്കി ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കണ്ടാ പറയും എന്ത് വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നന്നായിട്ട് വൃത്തിയായിട്ടാണ് സൂക്ഷിക്കണം. അടിപൊളി, ഒന്നും പറയാനല്ല. അതാണ്, നമുക്കൊന്നും കളയാൻ തോന്നൂല. അത്ര വൃത്തിയായിട്ട് കിടക്കണേ. സ്കൂളിലൊക്കെ പോണ പിള്ളേരുകള് ഈ വഴി കൊള്ളാലോ. നല്ലൊരു കാട്ടിക്കൂടെയൊക്കെ പോണ എല്ലാ വഴികളും അടിപൊളി, ഒന്നും പറയാനല്ല. നല്ല രസം കാണാൻ. അപ്പൊ നമ്മളെ ഈ ദാൽ ലേക്കിന്റെ ആ വഴി ചുറ്റിക്കൊണ്ടിരിക്കണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടില്ല. ഇവിടെ കാണുന്നത് അതെ കൊറേ ഇങ്ങനെ മറ്റേ വഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ പോകൂലേ, അങ്ങനത്തെ ഒരു വൈബാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ കാണാനില്ല. ഇതാണ് ദാൽ ലേക്ക്. ഇതാണ്. പക്ഷെ ഇത് എവിടെയൊന്നും മനസ്സിലാവില്ല, ചോദിച്ചിട്ട് മനസ്സിലാവില്ല. പറഞ്ഞ് നേരെ പൊക്കൊണ്ടിരിക്കണം, നേരെ ഈ സൈഡ് പിടിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഇടക്കിടക്ക് 2-3 ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അതെല്ലാം ഉദ്ദേശിക്കണേ. അതിന്റെ ഉള്ളിലൊക്കെ ഹോട്ടലൊക്കെ മാതിരിയുള്ള സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനെ നമ്മളെ കറക്കാൻ കൊണ്ടുപോണത്. ഇവിടേക്ക് ഇങ്ങനെ വഴിയിലൊക്കെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. നല്ല രസപ്രാവ് പറന്നോന്നാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചുറ്റി നമ്മുടെ ആ കറക്റ്റ് പോയിന്റ് നമുക്ക് വേണ്ടത് എവിടെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മള് നോക്കിയേ ഇവിടെ ഇറങ്ങിയേട്ടോ. നൈസായിട്ട് ചായ കുടിക്കായിരുന്നു. ചായ കുടിച്ചിട്ട് നേരെ നമുക്ക് ഒന്ന് ബോട്ടിൽ റൈഡ് അടിച്ചിട്ട് വരാം അല്ലേ. നമ്മള് ദാൽ ലേക്കില് ഇതില് സിക്കാര റൈഡ് എന്നാണ് പറയണത്. അതെ, ബാ. അപ്പൊ നമ്മളിത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ നമ്മൾ പോണ വഴി കാണിച്ചു തരാം. ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങള് കാണാനുണ്ട്. മാർക്കറ്റ് പോലെ കടകൾ മാതിരി അതൊക്കെ കാണാനുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് റൈഡ് പോവാന്ന് ഓർത്ത്. അതെ, ബാ, നടക്ക്. അമ്മ സംസാരിക്കായിരുന്നു അവരായിട്ട്. പിന്നെ എന്താടി ആണോ കേറിക്കോ. പ്രാർത്ഥിച്ചു. കണ്ട ഇവിടുത്തെ വൈബാണ് നോക്കി. ഇവിടെ മൊത്തം ബോട്ട് ഇറങ്ങിയ രാവിലെ തന്നെ ആൾക്കാർ ഇവിടെ നിറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാല് ഇവിടെ മൊത്തം വേറെ ഇങ്ങനെ ഒരേ റിസോർട്ടുകൾ പോലത്തെ സ്ഥലങ്ങളാണ്. കണ്ട
നമുക്ക് റൈഡ് പോയാലോ ഭയ്യാ പോവാ? അതെ അമ്മേ ഇവിടെ ആഴുണ്ടാന്ന്. പിന്നെ ലേക്കല് ഭയങ്കര ആഴൊഴിക്കൂലേ? ഭയ്യ അവിടെ നിന്ന് റൈഡ് ചെയ്തോണ്ടിരിക്കണ്ട. അപ്പൊ നോക്കി നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി നടന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. അപ്പൊ കണ്ട ഒരുപാട് കടകളും സാധനങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. നമ്മൾ ഇവരെ അവിടേക്ക് കൊണ്ട് നിർത്തും എന്നൊക്കെ തോന്നണം. ഒരു ദിവസം തങ്ങണ ബോട്ടുകളാണ്. ബോട്ടിൽ അതെ ആക്ച്വലി അത് റിസോർട്ടുകള്, കുഞ്ഞു കുഞ്ഞു റിസോർട്ടുകളാണ് ഈ കാണുന്നത്. വെള്ളത്തിൽ തന്നെ നമ്മളെ ഒന്ന് ഒരുക്കാൻ പോണേട്ടാ. ഡ്രസ് ഇടാനായിട്ട്. അതെ ഡ്രസ് ഇടാൻ പോണേ. കൊണ്ടുപോകില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. നമ്മളിവിടെ തന്നെ അല്ല. ഞാൻ നീന്തി തപ്പും. നമുക്ക് കടക്കരയിൽ നീന്തിയോളം എനിക്ക് നീന്താനും കൂടെ അറിയൂടാ. മോതിരോക്ക ഇത് കയ്യിൽ കിടന്നത്. ആ അങ്ങനെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. സുധി ഒരുങ്ങിട്ട സുധി സെറ്റാവാണ്. സുധിനൊക്കെ ഞാൻ ചാടൂലേ? പിന്നല്ല കേരള ഇത് നോക്കിയേ. കാശ്മീർക്കാലി. ഇല്ല ഭയ്യ സ്ലോലി, ഭയ്യ സ്ലോലി. ശ്രുതി വലിയ പോസിംഗിലാണ്ടാ. വാവ് എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള പറയണം. നമ്മളെടുക്കണ്ടേ ഫോട്ടോ? എന്താണ് പൈസ കൊടുക്കാൻ സാധനം തട്ടേ. നോക്കിയോ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നട്ടാ. ഒന്നും കാണാൻ പറ്റില്ല. അവിടെ വിചാരിച്ചാൽ കാണാൻ പറ്റും. കണ്ട കഴിഞ്ഞല്ലേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആ ഫോട്ടോ എടുത്തവര് നേരെ പോയിട്ടാ. ഒരു ഫോട്ടോ പറഞ്ഞോളൂ. പിന്നെ ഒരു ഫോട്ടോ അതിനൊന്നും അവർക്ക് വേണ്ട. അവർക്ക് എത്ര പേര് പൈസ മുടക്കില്ലല്ലോ. എന്ത് ഇട്ടുണ്ട് പെട്ടെന്ന് ഏത് കളർ വേണമെന്നുണ്ട്? അതിന് 350. ഭയങ്കര പൈസയാണ്. പക്ഷെ സാധനം പൈസ ഉണ്ടോ? നമ്മള് മൊത്തം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കേണ്ട ഇവിടെ. ഹായ് പോലോ. അതെ അതെ നമ്മളെല്ലായിടത്തും വരുമ്പില്ല. ഫസ്റ്റ് ഒരാൾ വരും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെങ്കിലും ക്യാച്ച് ചെയ്ത ഒരാൾ വരും. അതെ അത് നല്ലൊരു മനുഷ്യനായിരിക്കും ഇവിടെ. അതെ ഇവിടെ കണ്ട മൊത്തം നോക്കിയേ. ഇവിടെ മൊത്തം ഇപ്പൊ ഇതായി. നമ്മൾ വന്നപ്പോ എന്നെക്കാളും കൂടുതലായി. ഇത് കണ്ട. അതെ അതെ അവര് പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാൽ വെയിലായിക്കെന്ന് പറഞ്ഞു. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പോണ വഴിക്ക് ഓരോ ഇങ്ങനെ ഇവർക്ക് കമ്മീഷനാണ് സംഭവം, നമുക്ക് മനസ്സിലായത്. എന്നാൽ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഓരോരുത്തർ വന്നോണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, വേണ്ടെങ്കിൽ കണ്ടുപിടിച്ചായിരുന്നല്ലേ. അതെ എല്ലാം കാണിക്കും. ഈ സംഭവങ്ങൾ ഈ വഞ്ചി ഒതുക്കുമ്പോ അവർക്ക് അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടും. അതെ എല്ലാം ഒരു ബിസിനസ് ആണല്ലോ. അതെ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെയാണെങ്കിലും അങ്ങനെയായിരിക്കും. അതെ അതെ പുള്ളി പറഞ്ഞു കോളേജ് സ്റ്റുഡന്റ് ആണ്, ബാക്കി സൈഡ് ആളുടെ ബിസിനസ് ആണ്. അപ്പൊ അതെ അതെ അത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്കോ അല്ലേ. നമ്മളിനി ഇറങ്ങാറായി. അതെ
അതെ പക്ഷെ ഇറങ്ങാൻ തോന്നാനില്ല. അതിങ്ങനെ ഇരിക്കും. നമുക്ക് ആദ്യം പേടിയായിരുന്നെങ്കിലും പിന്നെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അത്ര ഇല്ലായിരുന്നു. താഴ്ച ഉണ്ടാ പക്ഷെ ചെറുതായിട്ട് ചെറിയ സ്റ്റെപ്പുകൾ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ കാരണം നമുക്ക് അടുത്തുണ്ട്. നമ്മള് അവിടെ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരേ ഒരേ മറ്റേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, നമ്മൾ പോയ പോലത്തെ ബോട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ നിരന്നേക്കണണ്ട. ഇനി ഇത് കുറച്ചേരം കഴിയുമ്പോൾ ഇത് നിറയൂത്. നിറയുന്ന വെച്ചാൽ ഇത് ഫുള്ളാവും. ഈ ലേക്ക് എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം വലിയ ലേക്കാണ്. ഇത്രയും ഒരു അത്യാവശ്യം കിലോമീറ്ററോളം ചുറ്റപ്പെട്ടിടുന്ന ലേക്കാണിത്. ഇതിന് ദാൽ ലേക്കാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ബോട്ടുകൾ നിറയൂപ്പ. കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ നിറഞ്ഞ് 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 അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കും. നമുക്ക് അടുത്ത് സോനാമാർഗ് കിട്ടാല. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ബ്ലോക്കൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പതുക്കെ 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 പോയി വരുമ്പോഴേക്കും അവിടെ എത്തും അല്ലെ. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ബാ. നമ്മളിതേ അപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഒരു മഞ്ഞ് കാണിച്ചേക്ക വന്ന്. അതെ, ചെറുതായിട്ട്. പക്ഷെ അത് നമുക്ക് അത്ര മനസ്സിലാവിയൊന്നുമില്ല. അതെ, ശരിക്കും മനസ്സിലാവുന്നത് കാണുന്ന ബോർഡ് നോക്കി മുന്നിലേക്ക് കാണിച്ചു കൊടുത്തേ. ലേയിലേക്ക് നമുക്ക് 392 കിലോമീറ്റർ ഉണ്ട്. കാർഗിളിലേക്ക് നമുക്ക് 166 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ദ്രാസിലേക്ക് നമുക്ക് 109 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നേരെ അവിടെ നിന്ന് ആ റൂട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ എത്തുന്നേട്ടെ. ഈ വഴികളെല്ലാം മുട്ടിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഗർത്തുങ്ങിലെ പോവാൻ വേണ്ടി നമുക്ക് അവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ടാവും. 60 കിലോമീറ്ററും കൂടെ പിന്നെ പോവാനുണ്ടാവും. ഇതേപോലത്തെ കുറെ വൈബ് വഴികളായിരിക്കും മുന്നോട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെയല്ല എല്ലാ വഴികളിലും പട്ടാളക്കാര് നല്ല രസം പുഴ ഒഴുകണത് കാണാനായിട്ട്. പുഴ ഇവിടത്തെ നദികളെല്ലാം ഇങ്ങനെയാണ് ഒഴുകണത്. പിന്നെ ആ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറെ വീടുകളാണ് കാണാൻ ക്ലിയർ ആയിട്ട് കിട്ടാൻ കഴിയില്ല. ഇവര് കൂടുതലും ഇതിൽ കൂടെ കണ്ടത് വെച്ചിട്ട് ഇഷ്ടിക വെച്ചിട്ടുള്ള വീടുകൾ, ഒരു പ്രത്യേക തരം ഇഷ്ടിക വെച്ചിട്ടുള്ള വീടുകളാണ് ഇവര്. അങ്ങനെയാണ് ഇത് കണ്ട. ഇത് അവിടെയൊക്കെ ഓരോ വീടുകളും നല്ല രസമുണ്ടല്ലേ വീട് കാണാൻ. ഇപ്പുറത്ത് നിറയെ പാടം. എന്തായാലും കുഞ്ഞു 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 വീടുകൾ പോകണ്ട. അതിൻ്റെ ഇടയിലേക്ക് കൂടെ കണ്ട മൊത്തം വീടുകളാണ് കാണാം. വെള്ള കാണുന്നത് മൊത്തം വീടുകളാണ്. അങ്ങനെ വീടുകളാണ് കാണുന്നത്. പിന്നെ ഇത് ഇവിടെ മേലെ ഒരു തകിടിക പോലെ അവിടെ അതിൽ കൂടെ ഒരു വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഈ മലകളിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി 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 വന്നെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വഴികളിലുള്ള കാഴ്ചകൾ. ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. നമുക്കും അപ്പൊ പോവാം അങ്ങോട്ട്. നമ്മളിത് ഇവിടത്തെ ഇപ്പൊ ഒരു മാർക്കറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലും എല്ലാവരും കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ. നല്ല രസമായിട്ടാണ് എല്ലാരും പോണതൊക്കെ. ഇവിടെ കണ്ട ഇവിടുത്തെ ആളുകളൊക്കെ ഡ്രസ് ചെയ്യണത് ഇതുമാതിരത്തെ ഒരു സ്റ്റൈലിലാണ്. ആണുങ്ങളെല്ലാരും മറ്റേ ഒരു പൈജാമ കണ്ടതാ ചേട്ടൻ, പച്ച ചേട്ടൻ. ഇതുപോലത്തെ ഡ്രസ്സുകളാണ് ആണുങ്ങൾ ഉള്ളത്. പെണ്ണുങ്ങൾ കൂടുതലും ലേഡീസ് ഒക്കെ ചുരിദാർ ടൈപ്പുകൾ സാധനങ്ങള്. അത് അവരാ ഒരു തട്ടമിടുന്ന സ്റ്റൈലൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഒരു ചേച്ചിയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പിലാണ് ഇവരുടെ ഡ്രസ്സിങ് വരുന്നത്. പിന്നെ കുറച്ച് പേര് പർദ്ദ ഇട്ടിട്ടും പോണുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും ഇവിടെ വന്നിട്ട് കുർത്ത ചുരിദാർ, അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ഡ്രസ്സും ഇവിടെ നമുക്ക് കാണാനില്ല. സാരി ഇല്ല, ജീൻസും ടോപ്പും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ടില്ല. ഫുള്ള് ഇതേ കുഞ്ഞു കൊച്ചിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ വഴി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇതേ കുറേ പഴക്കടകള്, ഫ്രൂട്ട്സിന്റെ കടകളുണ്ട്. അല്ലാണ്ട് നമ്മൾക്ക് നമ്മുടെ അവിടെയും ടൗണിൽ കാണുന്ന അത്യാവശ്യം എല്ലാ കടകളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ടൗൺ ആണ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ആർമിക്കാര്, ഇവരാണ് ഇവിടത്തെ മെയിൻ. ഫുൾ റോട്ടിലും എന്താ തലയിൽ എന്താണ് അങ്ങനെ തലയിൽ പ്രത്യേക തരം ഒരു സാധനം മുള്ളു വെച്ചിട്ടുള്ള ഒരു സാധനം. അങ്ങനെ ഇതാണ് ഇവിടത്തെ ഒരു രീതി എന്ന് തോന്നുന്നത്. നമ്മളിനി ഇപ്പൊ ഒരു ടൗണിൽ നിൽക്കണം. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ വഴികൾ വേറെ റൂട്ടിലേക്ക് ആകും. ആളുകളൊക്കെ കുറയും അല്ലേ. നിങ്ങൾ കാണൂ, സ്വർഗത്തിലേക്കുള്ള പാത കാണൂ അല്ലേ. അടിപൊളിയേട്ടാ, കിടിലം വ്യൂ. സൗണ്ടുകൾ കേൾക്കാൻ പറയണമെന്ന് കേൾക്കാൻ വല്ല വഴിയൊന്നുമില്ല. നോക്കിയേ ഇവിടത്തെ കാഴ്ച കാണിച്ചാൽ നല്ല ഒച്ചയുണ്ട്, വെള്ളത്തിന് നല്ല ഒച്ചയുണ്ട്. നമ്മുടെ ചെറുക്കൻ കിടക്കണ നോക്കിയാടാ. ഇഷ്ടംപോലെ വണ്ടി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ.
നോക്കി നമ്മളിത് ഇപ്പൊ എവിടെ എത്തിന്നറിയോ? എവിടെ എത്തി? സോനാമാർഗ്. അപ്പൊ നോക്കി ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഗുഡ് ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. കണ്ട മഞ്ഞ്. അതെ അതെ. നമ്മൾ അങ്ങോട്ടേക്ക് അതിന്റെ മേളിലേക്ക് കയറില്ല അല്ലേ? നമ്മളതിന്റെ മേളിലേക്ക് കയറണില്ല. ഒരുപാട് പോകാണ്ടല്ല. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ 7 കിലോമീറ്റർ ഉണ്ട്. തിരിച്ച് 1 സൈഡ് 2 സൈഡും കൂടെ കൂട്ടി 14 കിലോമീറ്റർ ഉണ്ട്. അതെ. അതാകുമ്പോ വൈകിട്ടാവും. ഇപ്പൊ ഉച്ച 2 മണിയൊക്കെ കഴിഞ്ഞിപ്പോ. അപ്പൊ ഇനി അവിടെ കയറി വരുമ്പോ നേരെ ആവും. പിന്നെ ചടങ്ങാവും രാത്രി വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വൈബ് ആസ്വദിച്ചിട്ട് പോവാൻ അല്ലേ? അതെ. ഈ കാണുന്ന വൈബുകളൊക്കെ തന്നെ അവിടെയും ഉണ്ടാവണതല്ലേ? ഉണ്ടാവണല്ലേ? അതെ. നമ്മള് പോയി നല്ല അന്നത്തെ പരിചയത്തിന് വെറുതെ ഇപ്പൊ വിചാരിച്ച ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒരിക്കലും മറന്നിട്ടില്ല. സുധി, വാട്ട് ദ എക്സ്പീരിയൻസ് ദിസ് വേ ലൈഫ് പറയും. ദൈവമേ, ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ഇങ്ങനത്തെ ഓരോ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞു നോക്കി. എന്നാലും മനസ്സിലാക്കി കൊടുക്കേണ്ടവർക്ക്. അതെ, ആൾക്ക് മനസ്സിലാവണ്ടല്ലേ? എന്റെ ഭാഷ മനസ്സിലാവണ്ടേ? കണ്ടോ, നമുക്ക് മുന്നിലോട്ട് പോകുമ്പോ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. അന്ന് പോയപ്പോ ഇപ്പൊ ഇവരും പറഞ്ഞ നല്ല വ്യൂ ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ? ഇവിടെ നിന്നുള്ള കിട്ടുന്ന വ്യൂ നോക്കിയ മഞ്ഞ്, മല, നമ്മുടെ വണ്ടി, ഉള്ളില് ഉണക്കച്ചെമ്മീനും പപ്പടവും ചോറും. എന്ത് നല്ല ടേസ്റ്റ് അല്ലേ? ഉയരം കൂടുന്തോറും ഉണക്കച്ചെമ്മീനും പപ്പടത്തിനും ടേസ്റ്റ് കൂടുന്നല്ലേ മോഹൻലാൽ പറഞ്ഞേക്കണ? മോഹൻലാൽക്ക പറഞ്ഞേക്കണ ഇത് അങ്ങനെയാണ് പറഞ്ഞേക്കണ. നല്ല രസം ഉണ്ട് കേട്ടോ. നല്ല രസം ഉണ്ട് ഉണക്കച്ചെമ്മീൻ. അതെ. ചാറെടുക്കാനേ പാത്രം എടുക്കാൻ മറന്നു. പാത്രം എടുക്കാന്ന് വെച്ചാല് ഇനി ചെമ്മീൻ അച്ചാറാ ഉള്ളതല്ലേ? അതെ. ഞങ്ങളുടെ സംഭരിച്ചു വെച്ചിരുന്ന ഭക്ഷണങ്ങളുടെ ഷോർട്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ നമ്മളിത് കഴിക്കണ വൈബാട്ടത്. അതെ, കണ്ട ചോറ്. ആഹാ, കഴിക്കാല്ലേ നമുക്ക്? നമ്മളിത് അങ്ങനെ പൊക്കോണ്ടിരിക്കാണ്. വഴികൾ അടിപൊളിയാണ്. വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞ് കാര്യം റോഡൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണ്. ഞാൻ കാണിച്ചോളാം. നല്ല ഓഫ് റോഡ് ഉണ്ട്. അത് തൊട്ടപ്പുറം നല്ല താഴ്ചയാണ്. ഇഷ്ടം പോലെ വലിയ വണ്ടികളും പോകണ്ട. ഇങ്ങനെ സൈഡിൽ നിന്ന് വലിയ വണ്ടി വരുമ്പോഴാണ് നമുക്ക് അധികം സ്പേസ് ഇല്ലാണ്ടാവുന്നത്. മഴയാണ്. ഇത് മഞ്ഞാണോ? എന്താണത്? കൈയുള്ളിലോട്ട് ഇട്. മഞ്ഞാണ്. അപ്പൊ ഈ ഇതുമലൊക്കെ വീണേക്കണത്. നമ്മളപ്പോ ഇങ്ങനെ മഞ്ഞി കൂടെ പോവേണ്ടത്. അവിടെയൊക്കെ മഞ്ഞൊക്കെ കാണാം. അവിടുത്തെ വഴികളൊക്കെ കാണിച്ചാ ഈ വളയിനോട് നല്ലൊരു വളവാണത്. വ്യൂ മനസ്സിലാവും അവിടുത്തെ. കണ്ടോ കണ്ടോ? ഇത് അങ്ങോട്ട് നോക്കി അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ നമുക്ക് കണ്ട അങ്ങനത്തെ വഴികളാണ് ഫുള്ള്. അങ്ങനത്തെ വഴികളാണ് നമുക്ക് ഫുള്ളൂടെ വരുന്നത്. അടിപൊളി. ഇതാണ് നമ്മുടെ സ്വർഗം എന്ന് അറിയില്ലേ? നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകണമെന്ന് പറയുന്ന വഴികൾ. ഭൂമിയിലെ സ്വർഗം. അതെ, ഭൂമിയിലെ സ്വർഗം അതിതാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കാണാനുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോ ഇതും കൂടെ കാണിച്ചിട്ട് വണ്ടി പോയിട്ട് വലിയ വണ്ടി ലോഡും കണ്ട് വന്ന വണ്ടികളാണ്. ഇതിന് മാത്രം ലോഡുള്ള ഇവിടെ എന്താണ് ലോഡ് ഇത്ര? ടെൻഷനിലാണ്. നേരെ ചെല്ലുമ്പോ അവിടെ ഒന്നുമില്ല. ഒരു സിഗ്നൽ പോലും വെച്ചല്ല. കണ്ട എന്താണോ അങ്ങനെയൊന്നും വെക്കാത്തത്? പോയതായിരിക്കും. കണ്ട ഇങ്ങനെ വരുമ്പോ നമുക്കൊന്നുമില്ല ഇവിടെ സൈഡിലൊന്നും. നല്ലൊരു കിട്ടില്ല കയറ്റം വരാമോ? പുള്ളി ഫോൺ ചെയ്ത് വണ്ടി ഓടിക്കും. ഈ വഴി കൂടെ ഒക്കെ ഫോൺ ചെയ്ത് വണ്ടി ഓടിക്കും. അടിപൊളി കയറ്റി വരുന്നത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്.
ഹോണടിക്കും കണ്ട ഇതാണ് വഴി. കാഴ്ചകൾ ഇതേപോലെ കാണിച്ചു ഇങ്ങനെയാണ്. ഈ ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ള് ഇത്ര കിലോമീറ്ററോളം ഇങ്ങനെയാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ. ഇത് എനിക്ക് കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ നല്ല റോഡാണ്. പക്ഷെ ഈ റോഡ് ഒരു 1.5 റോഡാണ്. നമ്മ മാത്രമല്ല, നമ്മൾ സോളായിട്ട് പോണ വഴികളല്ല ഇത്. സംഭവം എന്ന് വെച്ചാൽ കണ്ട എല്ലാം വലിയ വണ്ടികളും അങ്ങനെ പോണ വഴികളുണ്ട്. കണ്ട വഴി കാണിച്ചു സൈഡ് പുറത്തേക്ക് കാണിച്ചു വിട്. ഇവിടുത്തെ വഴി കാണിച്ചു കണ്ട കുഞ്ഞു വഴികളിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ ഓടിക്കണം. ഇങ്ങനെ 0.5 കാണിച്ചു കൊടുക്കും. എന്തോരം അങ്ങനെ പെട്രോളിയം ഉണ്ടാ അങ്ങനെ കൂടുതൽ പെട്രോളിയത്തിന്റെ കേട്ടാ. മൂട് പോകാൻ മൊത്തം വഴി വെച്ചോ. സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു കൊടുത്തു. പുറത്തേക്ക് താഴെ കാണിച്ചു കൊടുത്തു. താഴെ കണ്ട. അപ്പൊ നോക്കി ഞങ്ങൾ വൈബും റിസ്ക് ഒക്കെ ആസ്വദിച്ച് പോരുന്ന വഴിക്ക് ഞങ്ങൾക്ക് സിമ്പിൾ ഒരു ബ്ലോക്ക് കിട്ടിയായിരുന്നു. അതാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാലപ്പടക്കം വല്ലതും പോയ ബ്ലോക്കാണ്. കണ്ട നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. എന്നത്തന്നെ ഓടാം. എന്റെ പൊന്നേ അടിപൊളി. രണ്ട് സൈഡിലും ഇങ്ങനെ പാറകളായിട്ട്. രണ്ട് സൈഡിലും പാറകൾ. പുറത്തെ കാണിച്ചു കൊടുത്ത് മഞ്ഞ് മഞ്ഞുണ്ട്, കൊക്കയുണ്ട്, എല്ലാ ബ്ലോക്കുണ്ട്. ബ്ലോക്കാണ്. എന്റെ പൊന്നി ഒന്നും പറയില്ല. ചൂടൊക്കെ പോയി തണുപ്പായിട്ടാ. ഇതെന്തൊരു വൈബ് സ്ഥലമാണ് നോക്കിയത്. എല്ലാം നിങ്ങൾ കാണും കണ്ടിട്ട്. ഓ ഗായ്സ്, അപ്പൊ നോക്കിയാൽ നമ്മളിനി അടുത്തൊരു സ്ഥലത്ത് എത്തിക്കണ്ട. ഇവിടെ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സോജില പാസിൽ നമ്മുടെ 0 പോയിന്റ്. അപ്പൊ നോക്കിയേ ഇവിടെ ഇതെല്ലായിരുന്നു ഇതിന്റെ അവസ്ഥ. ഇവിടെ കുറച്ച് മഞ്ഞുള്ളൂ. ഇവിടെ സുധീക്ക് അമ്മയൊക്കെ കുതിർന്നിക്കേണ്ട. കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്നല്ല. അയ്യ മഞ്ഞ് വീഡിയോ എടുക്കണ തിരിച്ച് പിന്നെ ഇത്ര നേരം ഉണ്ടല്ലോ അതിങ്ങനെ വിറക്കണിരുന്ന്. ഞാൻ വിറക്കണ പിടിച്ച പിന്നെ ഞാൻ വിറക്കണ എടുക്ക്. അപ്പൊ കണ്ട നല്ലൊരു കിടിലൻ വ്യൂ ആയിട്ട്. ഇവിടെ വെച്ചാൽ ഇവിടെ മൊത്തം ഇവിടെ നമുക്ക് കണ്ട മൊത്തം മഞ്ഞാണ് ഇവിടെ. അപ്പൊ ഒന്ന് മഞ്ഞി തൊടിക്കണ്ടെന്ന് എഴുതിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഓ ഗായ്സ്, അപ്പൊ നോക്കി ഇത് മഞ്ഞ കണ്ടോ. ഞങ്ങളുടെ കയ്യിൽ മഞ്ഞെടുത്തിട്ടെടുത്ത് ഇവിടെ ഞങ്ങള് മാത്രം ഡ്രസ് ഇടാണ്ട് നിൽക്കണം. ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടില്ല. മേളിൽ കിടക്കുന്നു ഇട്ടിട്ടില്ല. ഒപ്പണ്ട വേണ്ട. ബടി അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കേണ്ടത്. ബടിക്ക് ആദ്യമായിട്ട് മഞ്ഞ് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. കണ്ട നമ്മുടെ വണ്ടി ഓണാക്കാമ. നമ്മുടെ ചെറുക്കൻ മഞ്ഞിൽ തൊട്ടേക്കണ്ട അഞ്ഞോണ്ടേ. അപ്പൊ നമുക്ക് ഇന്ന് കാർഗിലാണ് പിടിക്കേണ്ടത്. കാർഗിൽ വാർ മ്യൂസിയത്തിന്റെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ സ്റ്റേ ഈ പ്രാവശ്യം പോയപ്പോ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടാവുമെന്ന് അറിയൂടാ. അതാണ് നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ്സ് ഗോ. അപ്പൊ നോക്കിയേ ഇതാണ് സ്വർഗം. സ്വർഗത്തിലേക്ക് പോണ വഴി തന്നെ സ്വർഗം. ഇത് നമ്മുടെ സോജില പാസ്. അപ്പൊ നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ്ഡ് അല്ലേ. എത്തിയല്ലേ? അതെ, ആദ്യത്തെ പാസ് എത്തി. ഇത് നിന്ന് ഇപ്പം പേര് പറഞ്ഞു അമ്മ. അത് കുഴപ്പമില്ല, കിട്ടുന്നത്. അപ്പൊ സംഭവം കണ്ട നല്ല കിടിലൻ വൈബില് നല്ല കിടിലൻ മൂഡായിട്ട് ഇവിടെ നിൽക്കേണ്ട. ഫുൾ സെറ്റോടെ ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ട
ദ്രാസിലാണ്ട് ഇപ്പൊ എത്തിയേക്കണത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റേ വരുന്നത്. എന്തോ ഇതെവിടെ ഇരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ കുറച്ച് പച്ചക്കറി മേടിക്കാം അല്ലേ? വില വെച്ചിട്ട് വാ. ആണോ പച്ചക്കറി കട? പച്ചക്കറി നമ്മളിപ്പോ ഇവിടെ മേടിക്കാൻ വന്ന് നിൽക്കേണ്ട. നമ്മള് മുട്ട മേടിച്ച് പിന്നെ അതേ കുറച്ച് പച്ചക്കറികൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് മേടിക്കാന്ന് ഓർത്താണ്. ഇവിടെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരുവിധ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. കുബട്ടിങ്ങ, കപ്പങ്ങ, ഇതെന്താണ് ഇത് മറ്റേ സാമ്പാറിലൊക്കെ ഇടാൻ കിട്ടുന്ന വെള്ള കളറിലെ ആ ഒരു സാധനം. ചൊരക്ക, അതിന്റെ പേര് കിട്ടിയില്ല. ഇത് നമ്മുടെ അവിടെ കാണാത്തതാണ് കേട്ടാ. നോക്കി എന്തെങ്കിലും ആയിരിക്കും. ഇത് മറ്റേ ഷമാം എന്ന് പറയുന്ന ഫ്രൂട്ട്. ആ ഫ്രൂട്ടുകൾ കാണുന്നതൊക്കെ നമുക്ക് അവിടെ കിട്ടണതാണ്. തേങ്ങ, ശരിയാണ്. ഇത് റോബസ്റ്റ് പഴമാണ്. പിന്നെ നമ്മുടെ തേങ്ങ നമ്മളിതേ അപ്പ മേടിച്ച്. ഇഞ്ചി ഒരു ലക്ഷം 10 രൂപ 300 രൂപ ഇഞ്ചിക്ക്. നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. പച്ചക്കറിക്ക് നമ്മുടെ അവിടെയും വിലയാണ്. പച്ചമുളക്, ഇഞ്ചി വാങ്ങിച്ചു. പച്ചമുളക്, ഇഞ്ചി, പിന്നെ മുട്ട. ഇപ്പൊ ഞങ്ങക്ക് വറുത്തൊക്കെ കഴിക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട്. ഇവിടെ വന്നും ലഡാക്കിൽ വന്ന് നമ്മ കടയിൽ പോണേ. ലഡാക്കിൽ വന്നിട്ട് ഇവിടത്തെ പലചരക്കടയിൽ പോണേ. സവാളയും വെളുത്തുള്ളിക്ക് 300 രൂപ. വെളുത്തുള്ളി മേടിച്ച് 3 വാങ്ങിച്ചു. നമുക്ക് ആവശ്യമുണ്ടല്ലോ ഗ്യാസ് ഒക്കെ കയറാൻ. നല്ലതാണല്ലോ വെളുത്തുള്ളി. പിന്നെ അത് തക്കാളിയും വെണ്ടയ്ക്കയും. ഇവിടുത്തെ തക്കാളിക്ക് നല്ല ചോവാന്നിരിക്കണം. പിന്നെ വെണ്ടയ്ക്കയും തക്കാളി ഇതൊക്കെ നമ്മൾ കറിയാക്കി വീഡിയോ കാണിക്കും. അതെ. പിന്നെ ഇവിടുത്തെ ഒരു ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഇങ്ങനത്തെ കളറല്ല. ഇത് ഇത്തിരി ഇവിടെ ഭയങ്കര വൃത്തിയായിട്ടിരിക്കേണ്ട. പിന്നെ ഒരു ചുവന്ന കളറായിട്ടാണ് ഇത് കാണുന്നത്. വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ബാക്കിയെല്ലാം നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ. അപ്പൊ നമുക്കിനി പോവാം. ഹലോ, അപ്പൊ നോക്കിയാൽ നല്ല കിട്ടലിന് യാത്ര ആയിരുന്നിട്ടാ. ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 8-9 മണിയായപ്പോഴാണ് നമ്മള് 8:30 ആയപ്പോഴാണ് നമ്മൾ റൂമിൽ വന്ന് കയറിയെന്ന് വെച്ചാല് ഒരു നൊസ്റ്റാൾജി ഉണ്ട്. ഞങ്ങൾ പറയാട്ടാ. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നേ സംഭവം കാണിച്ചു തരാം. നമ്മൾ റൂമിൽ എടുത്തിട്ട് നോക്കി റൂമിന്റെ അകത്താണ് ഈ കാണേണ്ടത്. അതെ, റൂം എടുത്തിട്ട് നോക്കി ഒരു വശത്തെ തക്കാളി. അതെ അതെ വന്നിട്ട് ഇതല്ല, ഇവിടെയാണ് റൂം എടുത്തത്. വേറെ അപ്പുറത്തെ റൂം. അപ്പൊ ഒരാൾ ഇവിടെ നോക്കിയേ ചോറ് കുറ്റണ്. അതെല്ലാം ഉണ്ട്. ഇവിടെ എന്താ റെഡിയാക്കണം? മുട്ട ഇളപ്പിക്കാൻ ഞങ്ങള് വന്ന് ചായ ഇളപ്പിച്ച് മുട്ട ബുൾസ് അടിച്ച് അത് ചായയും കൂടി കഴിച്ച്. ഇതേ മുട്ട ഞങ്ങൾ വന്നൊരു കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ അതെ ഇപ്പൊ മുട്ട ഇളപ്പിക്കാൻ പച്ചക്കറി, വെണ്ടക്ക, അങ്ങനെ കുറച്ച് മുട്ട, കുറച്ച് വെണ്ടക്ക നാളത്തെ ഇതിപ്പോ ഇവിടെ കിടന്ന് ഇതാവേണ്ട. അതിന് സൂത്രം കാണിച്ചു തരാം. ഇങ്ങനെ അലങ്കോലാക്കിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാകം ചേർത്ത് നോക്കണ്ട. അതെ, പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ തുറന്ന് കഴിയുമ്പോ തന്നെ നേരെ കാണുന്നതില്ലേ നമ്മുടെ കാർഗിൽ വാർ മ്യൂസിയം ഉണ്ടാ കാണുന്നത്. നിറച്ച് പട്ടാളക്കാരും കാര്യം എല്ലാവരും ഉണ്ടാവും. പിന്നെ വെച്ചാൽ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അവിടെ രാവിലെ കാണിച്ചു തരാം. ഇവിടുത്തെ സംഭവം എന്താണെന്ന് രാവിലെ കാണിച്ചു തരാം. മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടപ്പോൾ ബ്രോ ഞാൻ പുള്ളിക്കാരനെ നോക്കിയിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് ഈ പുള്ളിക്കാരനെ നോക്കിയിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഇന്ന് ദാൽ ലേക്കില സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ കറക്റ്റായിട്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ ഹിന്ദിയിലാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ ഞാനത് വായിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനെ ഒരാൾ മെസ്സേജ്. പക്ഷെ എനിക്ക് ആളറിയൂലല്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പളാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇവിടെ തറവി നോക്കിയപ്പോ കറക്റ്റ് ഇങ്ങോട്ടേക്കായിരുന്നു. പറഞ്ഞിട്ടാണ് നോക്കിയത്. അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് തന്നെ പരിപാടിയായിരുന്നു. അടിപൊളി റൂമാണ്. അടിപൊളി റൂം ബാത്റൂം സൂപ്പറാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ കൊച്ചുകൂടെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണ്ട. ശ്രുതി ഇങ്ങനെ കൊറേ ഹിന്ദിയൊക്കെ പറയണപ്പോ പുള്ളി ചോദിക്കണേണ് എവിടെ നീട്ടിന്ന് ഹിന്ദിയൊക്കെ പറയണ ആളെ എവിടെ നീട്ടിന്നെങ്കിലും ബ്രോയിനെ എവിടെ നീട്ടിന്നെങ്കിലും ചോദിക്കണം. ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ എടുത്തിട്ട് പുള്ളി വണ്ടി കൊണ്ട് നിർത്തിയപ്പോ തന്നെ പുള്ളി സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ കണ്ണ് ഇറങ്ങി ശ്രുതിനോട് ഇറങ്ങി വരാൻ സംസാരിക്കണ്ടേ, ഇറങ്ങി വാടി. അതെ, ഞാൻ പറഞ്ഞ തെറ്റിപ്പോറതല്ലേ ഇനി. എടി ഇതിന്റെ ചോട്ടിൽ കഴിയൊന്ന് ചോറ് കൂടുതലുണ്ടേ ആണല്ലേ.
ഇന്ന് പച്ചറികൾ മാറ്റി ഞങ്ങൾ ഇന്ന് കറിയിലേക്ക് ആയിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കൊച്ചുകൂടി ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കേണ്ടുന്നതാ. ഇന്നിപ്പോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പുതിയ വിഷയങ്ങളായിട്ട് നാളെ കാണാം അല്ലേ. അപ്പൊ ഇന്നത്തെ യാത്രയും കാഴ്ചകൾ നല്ല ടഫായിട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, ഇനിയാണ് 200 കിലോമീറ്റർ കൂടി പോയാലാണ് നമ്മൾ 200 ഒരു 270 കിലോമീറ്റർ പോകണം. പ്ലസ് ഒരു 60 കിലോമീറ്റർ അങ്ങോട്ട്. അപ്പൊ ഒരു 300 ചില കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ കൊച്ചുകൂടി അവസാനിപ്പിച്ചാലോ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.